ഒടുവിൽ ആ മനുഷ്യൻ ലോകകപ്പ് ഫുട്ബോൾ മൈതാനിയിൽ നിന്ന് അവസാനമായി പടിയിറങ്ങി. പക്ഷേ ആ പടിയിറക്കം ഒരിക്കലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നല്ലെന്ന് 100% ഉറപ്പാണ്. അയാളാണ് നെയ്മർ ജൂനിയർ. നോർവേയോട് പരാജയപ്പെട്ട് ക്വാർട്ടറിൽ പോലും പ്രവേശിക്കാൻ കഴിയാതെയായിരുന്നു മടക്കമെങ്കിലും ബ്രസീലിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് പടിയിറക്കം. മൈതാനിയിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ അദ്ദേഹം നിലത്ത് മുട്ടുകുത്തിയിരുന്നു. ഒടുവിൽ പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരച്ചിലിൽ എല്ലാം ഉണ്ടായിരുന്നു. തന്റെ 34 വർഷത്തെ ജീവിതത്തിനിടയിൽ ചേരിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന് ഒടുവിൽ ലോകകപ്പ് ഫുട്ബോൾ ഇതിഹാസമായി മാറിയ ദിനം വരെയുള്ള കഠിനാധ്വാനത്തിന്റെ കഥകൾ ആ കരച്ചിലിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു. ബ്രസീലിന്റെ ലോകകപ്പ് ഫുട്ബോളിലെ സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു എന്ന ഘട്ടത്തിലായിരുന്നു നെയ്മറിന്റെ കടന്നുവരവ്. പിന്നീട് നാം കണ്ടത് കാൽപന്ത് കളിയിൽ അദ്ദേഹം തീർത്ത ഒരു മായാജാലം തന്നെയായിരുന്നു. പലപ്പോഴും പരിക്കുകളോടെയായിരുന്നു അദ്ദേഹം ലോകകപ്പ് ഫുട്ബോളിനെത്തിയത്. ഇത്തവണയും അങ്ങനെയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫലം മറ്റൊന്നായേനെ. ദാരിദ്ര്യത്തിൽ പിറന്ന കുട്ടിക്കാലമായിരുന്നു അദ്ദേഹത്തിന്റേത്. കൃത്യമായ രീതിയിൽ വൈദ്യുതി പോലും ലഭിച്ചിരുന്നില്ല. വൈദ്യുതിയില്ലാത്ത തന്റെ വീട്ടിന്റെ കുഞ്ഞുമുറിയിൽ പന്തു തട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആദ്യമായി ഫുട്ബോളിനെ പ്രണയിക്കാൻ തുടങ്ങിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹം തീർത്ത മാജിക്കുകൾ എന്നും ആരാധകരുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഒരിക്കലും അവയ്ക്ക് മരണമുണ്ടാകില്ല.